ഓക്കെ, ഇവിടെ ഇപ്പോൾ സമയം എത്രയായി? സമയം 8 മണി കഴിഞ്ഞു കേട്ടാ. 8:20. നമുക്ക് എത്രയും പെട്ടെന്ന് വർക്ക്ഷോപ്പിലേക്ക് പോകണം. ഞാൻ പിന്നെ റീസെൻ്റ്ലി പുതിയ വർക്ക്ഷോപ്പൊക്കെ ഓപ്പൺ ആക്കിയിട്ടായിരുന്നു. ഒരു മിനിറ്റ്, ഷിൻചാനും പിൻചാനും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവരെ കൊണ്ട് പോണാ? ഏയ് അത് വേണ്ട, അവിടെ കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അല്ല, ചോപ്പ് എവിടെയാ? അറിയില്ല ഫ്രാങ്ക്ലിൻ അണ്ണ. ചോപ്പ് എവിടേക്കടാ പോയേ? ചോപ്പ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ പിന്നെ വർക്ക്ഷോപ്പിലേക്ക് പോവാണ് കേട്ടാ. എനിക്ക് വർക്ക്ഷോപ്പിൽ പോകാൻ ടൈമായി. ഷിൻചാനും പിൻചാനും കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. അവരവിടെ ബോറടിച്ച് ഇരിക്കുള്ളൂ. ഇവിടെ വീട്ടിലാണെങ്കിൽ വല്ല ടി വിയും കണ്ട് ഇരുന്നോളൂ. എൻ്റെ വർക്ക്ഷോപ്പിൽ പിന്നെ ട്രെവറും കൂടി ഉണ്ട് ട്ടാ. ട്രെവറും എൻ്റെ കൂടെ പണിയെടുക്കുന്നുണ്ട്. ഞാൻ മൈക്കിളിനെ കൂടി വിളിച്ചതാ. മൈക്കിളിന് പിന്നെ വലിയ ബിസിനസ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് മൈക്കിളിന് വരാൻ താല്പര്യമില്ല. അതിപ്പോൾ ഞാൻ ഏതായാലും നിർബന്ധിക്കണില്ല. അതൊക്കെ മൈക്കിളുടെ ഇഷ്ടം. ട്രെവർ പിന്നെ രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ട്ടാ. 2 പെട വണ്ടികൾ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടെന്ന്. നമുക്ക് ആ 2 വണ്ടികൾ മോഡിഫൈ ചെയ്യണം. അത് രണ്ടും ഔഡിയുടെ വണ്ടികളാണെന്ന് പറയണേ. എന്തുട്ടായാലും നമുക്ക് അവിടെ ചെന്ന് നോക്കി നോക്കാം. ഞാൻ പിന്നെ ഈ വർക്ക്ഷോപ്പ് ഓപ്പൺ ആക്കിയില്ലേ, അതുകൊണ്ട് ബെന്നിക്കും പിന്നെ ലോസ് ആൻഡോസ് കസ്റ്റംസ് ഇല്ലേ, അവർക്ക് വലിയ കോമ്പറ്റീഷൻ അയക്കുക. മിക്കവാറും അവരുടെ വർക്ക്ഷോപ്പിലെ കസ്റ്റമേഴ്സ് കയറേണ്ടത് കുറയും. എന്തെങ്കിലും ആട്ടെ, അതിപ്പോൾ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ പണി നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് എത്തിയേക്കാണ്. ഇതാണ് കേട്ടോ നമ്മുടെ വർക്ക്ഷോപ്പ്. ഒരു ചെറിയ വർക്ക്ഷോപ്പാ. സ്റ്റാർട്ടിങ് നമുക്ക് ചെറുതിൽ നിന്ന് തുടങ്ങും, പിന്നീട് നമുക്ക് ഇതൊക്കെ വലുതാക്കാം. ഓക്കെ, ഡ്രൈവർ പിന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. ഈ വണ്ടി നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. എടാ ഫ്രാങ്ക്ലിനെ, നീ എവിടെയായിരുന്നു? നീ ഇന്ന് വീണ്ടും ലേറ്റായി. ഇവിടെ ഈ കസ്റ്റമേഴ്സ് വന്നിട്ട് കുറെ നേരമായി. ഓക്കെ, ഇതാണ് ആ വണ്ടികൾ. രണ്ടും ഔഡിയുടെ ഏട്ടാ. അതിലൊരെണ്ണം ഔഡിയുടെ ഒരു കൂപ്പെ പോലത്തെ വണ്ടിയാ, പിന്നെ ഒരെണ്ണം ഔഡിയുടെ സൂപ്പർ കാറാ. രണ്ടും ഏതായാലും നൈസ് വണ്ടികളാ. എനിക്ക് തോന്നണതേ ഇവർ വണ്ടികളൊക്കെ മോഡിഫൈ ചെയ്യാൻ വന്നതാവുന്ന്. അല്ല, നമുക്ക് എന്ത് മോഡിഫിക്കേഷനാണ് ചെയ്യണ്ടേ? ഒന്ന് ചോദിച്ചു നോക്കാം. ഹലോ ചേട്ടാ, അത് പിന്നെ ഈ കാണുന്ന വണ്ടിയിൽ അതൊന്നും പെടയിട്ട് മോഡിഫൈ ചെയ്തേക്ക്. ആദ്യം ഈ വണ്ടിയുടെ ടയർ മാറ്റുക, പിന്നെ വേറെ ഏതെങ്കിലും ഒരു കളർ പെയിന്റ് അടിക്കുക, പിന്നെ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തേക്ക്. വണ്ടിയുടെ ലുക്ക് അങ്ങ് മൊത്തത്തിൽ മാറണം. ഓക്കെ, അതൊക്കെ സെറ്റാക്കാം. ഈ വണ്ടിയുടെ പാർട്സ് ഇപ്പോൾ ഏതായാലും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ വണ്ടി നമ്മൾ സെറ്റാക്കി തരാം. ഇപ്പോൾ സമയം എത്രയായി? 9 മണി കഴിഞ്ഞു. ചേട്ടനൊരു കാര്യം ചെയ്യ്, വൈകുന്നേരം ഒരു 5 മണി ആകുമ്പോഴേക്കും വായോ. അപ്പോഴേക്കും ഈ വണ്ടി ഞാൻ സെറ്റാക്കി തരാം. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ ഒരു 5 മണി ആകുമ്പോഴേക്കും വരാം. ഓക്കെ ഗൈസ്, ആ ചേട്ടൻ പറഞ്ഞത് ഈ കാണുന്ന വണ്ടിയില്ലേ ഒന്ന് പെടായിട്ട് മോഡിഫൈ ചെയ്യാൻ, അതൊക്കെ നമുക്ക് ചെയ്യാം. നമുക്കപ്പോൾ ഈ സാറിനോട് സംസാരിച്ച് നോക്കാം. ഈ സാറിൻ്റെ കയ്യിൽ ഒരു ഔഡിയുടെ സൂപ്പർ കാർ ഉണ്ട്. ഹലോ സാറേ, ഇതിൽ എന്നിട്ട് ചെയ്യണ്ടേ? അത് പിന്നെ നേരത്തെ ആ ചേട്ടൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇതിലും ചെയ്താൽ മതി. ഈ വണ്ടി ഇങ്ങ് ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്യുക. ടയർ മാറ്റുക, വേറെ കളർ പെയിന്റ് അടിക്കുക, സ്പോയിലർ വയ്ക്കുക, എക്സോസ്റ്റ് മാറ്റുക, അങ്ങനെ എല്ലാം ചെയ്തേക്ക്. ഓക്കെ, അപ്പോൾ ഈ വണ്ടി ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്യാം അല്ലേ? ഒരു കാര്യം ചെയ്യ്, ചേട്ടനും വൈകുന്നേരം 5 മണി ആകുമ്പോഴേക്കും വായോ. അപ്പോഴേക്കും ഈ വണ്ടി സെറ്റ് ആയിണ്ടാവും. ഓക്കെ, എന്നാൽ പിന്നെ ഞാനൊരു 5 മണി ആകുമ്പോഴേക്കും വരാം. ഓക്കെ ഗൈസ്, ആ കസ്റ്റമേഴ്സ് അങ്ങനെ പോയി കാണട്ടാ. നമുക്ക് ഈ കാണുന്ന 2 വണ്ടികളില്ലേ അതൊന്ന് പെടായിട്ട് മോഡിഫൈ ചെയ്യണം. അവർ പറഞ്ഞത് ഈ വണ്ടികൾ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്തോളാനാ. ഇതിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തോളാൻ. എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഈ കാണുന്ന ഔഡിയില്ലേ അതൊന്ന് മോഡിഫൈ ചെയ്യാം. ഈ വണ്ടി ഇപ്പോൾ ഈ കാണുന്ന ലുക്കിലാണുള്ളത്. വണ്ടി മോഡിഫൈ ചെയ്ത് വരുമ്പോൾ വേറെ ലുക്കാവും. ഓക്കെ, ഈ വണ്ടി ഞാൻ വർക്ക്ഷോപ്പിൻ്റെ അകത്തേക്ക് കയറ്റിയേക്കാണ്. അപ്പുറത്ത് ഒരു റെഡ് കളർ വണ്ടി ഉണ്ട് കേട്ടാ. ആ വണ്ടി ആകെ തുരുമ്പി പിടിച്ചു. ഇതിപ്പോൾ റീസ്റ്റോർ ചെയ്യാനായിട്ട് വന്നതാ. നമ്മുടെ കയ്യിൽ പക്ഷേ ആ വണ്ടിയുടെ പാർട്സ് ഒന്നുമില്ല. നമുക്ക് തൽക്കാലം ഈ കാണുന്ന വണ്ടി മോഡിഫൈ ചെയ്യാം. ഇവിടുത്തെ ഡ്രൈവറും കൂടി വന്നിട്ടുണ്ട്. 1 hour later. ഓക്കെ ഗൈസ്, ഇവിടുത്തെ ഞാനും ഡ്രൈവറും ഈ കാണുന്ന വണ്ടിയില്ലേ അത് പെഡായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളിതിൽ റെഡ് കളർ പെയിൻ്റൊക്കെ അടിച്ചേ. റെഡ് കളർ കാണാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. വണ്ടി ഇപ്പോൾ ഏതായാലും വേറെ ലെവലിൽ ലുക്കായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഈ വണ്ടിയുടെ എൻജിനും കൂടി ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു ബൂസ്റ്ററും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടി നല്ല സ്പീഡിൽ പോവും. ഒരു 500 കിലോമീറ്റർ സ്പീഡിലെങ്കിലും പോവും. ഞാനിപ്പോൾ ഏതായാലും ഈ വണ്ടി ഒന്ന് ഓടിച്ചോക്കട്ടെ. ഇവിടെ പിന്നെ അധികം സ്പീഡിലൊന്നും ഓടിക്കാൻ പറ്റില്ല. ഇത് പിന്നെ നല്ല ട്രാഫിക്കുള്ള റോഡാ. ഈ വണ്ടി എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല പണിയാവും. ഈ വണ്ടിയുടെ ബൂസ്റ്റർ ഇല്ലേ അതൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ, ബൂസ്റ്റർ ഒന്ന് ടച്ച് ചെയ്തുള്ളൂ അപ്പോഴേക്കും ഇത് 200 സ്പീഡിലൊക്കെ പോയി. മതി, നമുക്ക് ഇത്രയൊക്കെ ഓടിച്ചാൽ മതി. ഇതിന് തിരിച്ച് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വെക്കാം. എന്നിട്ട് അടുത്ത വണ്ടി മോഡിഫൈ ചെയ്യാം.
ഓക്കെ, നമുക്കപ്പോൾ ഈ കാണുന്ന വണ്ടി മോഡിഫൈ ചെയ്യാം. ഇത് ഔഡിയുടെ ഒരു കൂപ്പ ടൈപ്പ് വണ്ടിയാ. ഈ വണ്ടിയുടെ പാർട്സും നമ്മുടെ കയ്യിൽ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതും നമുക്ക് സെറ്റായിട്ട് മോഡിഫൈ ചെയ്യാം. വണ്ടിയിൽ പിന്നെ ചെറുതായിട്ട് സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ആ സീനില്ല, എന്തായാലും ഈ വണ്ടി റിപ്പയർ ചെയ്യും. എടാ ഡ്രൈവറെ, നീ ഒരു കാര്യം ചെയ്യ്, ഈ വണ്ടി ഇങ്ങ് സെറ്റാക്ക്. ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചിട്ട് വരാം. ഇവിടെ പിന്നെ അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടും. ഏയ് ഇതെന്തത്? ഈ സൂപ്പർ മാർക്കറ്റ് തുറന്നിട്ടില്ലേ? അടച്ചിട്ടേക്കാണല്ലോ. ശരി എന്നാ. 2 hours later. ഓക്കെ, ഇന്നിവിടെ ലോസ് ആൻഡോസിൽ ഒരു ഒറ്റ സൂപ്പർ മാർക്കറ്റും തുറന്നിട്ടില്ല. അത് മാത്രമല്ല, ഒരു ഹോട്ടൽ പോലും തുറന്നിട്ടില്ല. ഇനി എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുക? ഒരു മിനിറ്റ്, ഡ്രൈവർ ഈ കാണുന്ന വണ്ടി മോഡിഫൈ ചെയ്തുട്ടാ. പക്ഷെ എൻ്റെ പൊന്ന്, ഇതിൻ്റെ എക്സോസ്റ്റ് ഉണ്ടാ? 2 വലിയ എക്സോസ്റ്റൊക്കെ വെച്ചേക്കണ്. എനിക്ക് വണ്ടി ഒന്ന് ഓടിക്കണമെന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടി ഒന്ന് പുറത്തേക്ക് ഇറക്കാം. വണ്ടിയുടെ ലുക്ക് അങ്ങ് മൊത്തത്തിൽ മാറിയിട്ടാ. നേരത്തെ ഈ വണ്ടി കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു. ഇതിൻ്റെ എക്സോസ്റ്റ് ഉണ്ടല്ലേ, നൈസ് ഉണ്ട്, പടക്കം പൊട്ടണ പോലെയാ. ഇവിടെ പിന്നെ മുമ്പിൽ ഒരു മിനി കൂപ്പറും വന്നിട്ടുണ്ട് കേട്ടാ. നമുക്കിനി അതും കൂടി മോഡിഫൈ ചെയ്യേണ്ടി വരും. നമുക്കൊന്ന് ഈ വണ്ടിയില്ലേ ഒന്ന് ഓടിച്ചിട്ട് വരാം. വണ്ടിയുടെ പെയിൻ്റ് ഉണ്ടല്ലേ, വൈറ്റ് കളറല്ല. വൈറ്റ് കളറായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഏയ് വൈറ്റ് അല്ല, ഇത് വൈറ്റും ബ്ലൂവും മിക്സ് ചെയ്ത എന്തോ കളറാ. ഇതിപ്പോൾ എന്തൊട്ട് കളറായാലും വണ്ടി സെറ്റായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഞാൻ പിന്നെ ഇവിടെ വരെ ഓടിക്കണമല്ലോ. ഇവിടെ പിന്നെ ലോസ് ആൻഡോസിൽ സ്പീഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ട്രാക്ക് ഉണ്ട്. അത് എവിടെയാണാവോ? അല്ലെങ്കിൽ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. കാരണം ഈ വണ്ടിയിലും ബൂസ്റ്റർ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന പബ്ലിക് റോഡിലൊന്നും സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിടാം. കസ്റ്റമർ വരുമ്പോൾ ഈ വണ്ടി എടുത്തുകൊണ്ട് പൊക്കോളും. എടാ ഫ്രാങ്ക്ലിനെ, അതെ, നീ ഒരു കാര്യം ചെയ്യോ? വേറൊന്നുമല്ല, ഒരു വണ്ടി ടോ ചെയ്ത് കൊണ്ടുവരണം. അത് ഏതാ വണ്ടി അതൊന്നും എനിക്കറിയില്ല. ആ വണ്ടിയാണെങ്കിൽ ആകെ കത്തി കരിഞ്ഞേക്കാ, അതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റണില്ല. നീ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ഈ വർക്ക്ഷോപ്പിൻ്റെ ബാക്കിൽ ഒരു ടോ ട്രക്ക് ഉണ്ട്. നീ ആ ടോ ട്രക്ക് എടുത്തിട്ട് ആ വണ്ടി ഏതാണോ അത് കൊണ്ടുപോവാ. നമുക്ക് എന്നിട്ട് ആ വണ്ടി പെടായിട്ട് മോഡിഫൈ ചെയ്യാം. അവിടെ ഡ്രൈവറെ, ആ വണ്ടി ഞാൻ കൊണ്ടുവരാം. ഇവിടെ പിന്നെ ഒരു മിനി കൂപ്പർ വന്നിട്ടുണ്ട്. ആ കസ്റ്റമർ എന്താ പറയണേ അങ്ങനെ അങ്ങ് ചെയ്തേക്ക്. ഞാൻ അപ്പോഴേക്കും പോയിട്ട് ആ വണ്ടി കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ ഒരു ടോ ട്രക്ക് ഇരിക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് ഇതും കൊണ്ട് ആ വണ്ടി ഏതാണോ അത് കൊണ്ടുവരാം. ഡ്രൈവർ പിന്നെ ആ വണ്ടിയുടെ ലൊക്കേഷനും അയച്ചെന്നുണ്ട്. ലൊക്കേഷൻ പിന്നെ അധികം ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്തായിട്ടാണ് കാണിക്കണേ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് ആ വണ്ടി ഏതാണോ അത് കൊണ്ടുവരാം. ഓക്കെ, ആ വണ്ടിയുള്ള ലൊക്കേഷനിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. ഇത് ഏതാ വണ്ടി? ഏതാ വണ്ടി എന്നൊന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റണില്ല. ഒരു കാര്യം ചെയ്യാം, ആദ്യം ഈ വണ്ടി ഒന്ന് നേരെയാക്കാം, എന്നാലേ എനിക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈ വണ്ടിയാണെങ്കിൽ ആകെ കത്തി കരിഞ്ഞേക്കാ. ഒരു മിനിറ്റ്, ഈ വണ്ടി ഞാൻ എങ്ങനെയൊക്കെയോ നേരെ ആക്കിയിട്ടുണ്ട് കേട്ടാ. കണ്ടിട്ട് ഒരു ബുഗാട്ടി പോലെ തോന്നണേ. എന്നാലും ആരാണോ ഈ പണി ഒപ്പിച്ചേ? ഈ വണ്ടിയുടെ ഓണർ എവിടെ കൊണ്ടുപോയിട്ടാണോ ഇടിച്ചേ? ഈ നിലയ്ക്കാണ് പൊട്ടിത്തെറിച്ചത്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ കാണുന്ന വണ്ടി ഇങ്ങ് ടോ ചെയ്യാം. ഓക്കെ ഗൈസ്, ഈ വണ്ടി ഞാൻ ടോ ചെയ്തേക്കാണ് കേട്ടാ. ഇത് ബുഗാട്ടി തന്നെയാ, ഒരു ഡൗട്ടും ഇല്ല. ഈ വണ്ടിക്ക് പിന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, വലിച്ചിട്ട് അങ്ങ് നീങ്ങണില്ല. ഇവിടെ പിന്നെ വർക്ക്ഷോപ്പ് അധികം ദൂരമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഈ വണ്ടി ഞാൻ അങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നേക്കാണ്. ഇവിടെ ഒരു വണ്ടി പുതിയത് വന്നല്ലോ. ആ മിനി കൂപ്പർ എവിടെയാണാവോ? എനിക്ക് തോന്നണത് എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന്. എന്തെങ്കിലും ആവട്ടെ. എടാ ഡ്രൈവറെ, നിനക്കിത് കണ്ടിട്ട് ഏത് വണ്ടിയാന്ന് തോന്നണേ? ഈ വണ്ടി കണ്ടിട്ട് എനിക്ക് ബുഗാട്ടി ആയിട്ടാ തോന്നണേ. ആ, ഇത് ബുഗാട്ടി തന്നെയാ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ വണ്ടി മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഇതിൻ്റെ പാർട്സ് ഒന്നും ഇല്ല. പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഓ, പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു 2 ദിവസം പിടിക്കും. ആ, അത് കുഴപ്പമില്ല. ഇവിടെ പിന്നെ വേറൊരു വണ്ടി വന്നു കേട്ടാ. ഇത് ഏതൊരു പേട്ട വണ്ടിയാ. ആ, നമുക്ക് പിന്നെ നോക്കാം. ഈ ബുഗാട്ടി ശരിയാക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഇതിൻ്റെ പാർട്സ് ഒന്നും ഇല്ല. ഇതിൻ്റെ പാർട്സ് കിട്ടുമ്പോൾ നമുക്കിത് ശരിയാക്കാം. ഈ ബുഗാട്ടി റിപ്പയർ ചെയ്യണത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം.